ഹലോ. ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്ന് അറിയോ. അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയമാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാലിട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അത് നാശമാക്കി കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവർ പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, എന്നോട് ആരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. കഷ്ടമാണ്. ഞാനും ഒരുപാട് കമന്റുകൾ കണ്ടു ഇതിനടിയിൽ. കാരണം നമ്മൾ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, പൊങ്കാല ഇടാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസമുള്ള ആർക്കും ആറ്റുകാല് പോയി പൊങ്കാല ഇടാം. അതിന്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുപോലെ കുറച്ച് കമന്റുകൾ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്കുണ്ടായ പ്രളയം, നമുക്കുണ്ടായ ഉരുൾപൊട്ടൽ, അന്നൊന്നും ഈ ജാതിയും മതവും ഒന്നും ആരും പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അത് നോക്കിയിട്ടല്ല ആരെയും രക്ഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കരയുമ്പോൾ ഓടി ചെല്ലുന്നത് ഒരു ജാതിയിൽപ്പെട്ടവനോ മറ്റു ജാതി അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. അത് ഈ പറയുന്നത് നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആർക്ക് എവിടെ വേണമെങ്കിലും വിശ്വസിക്കാം. ഒറ്റ ദൈവമേ ഉള്ളൂ. നമുക്ക് വിളിക്കുന്നതെല്ലാം നമ്മൾ ആ ഒരു ദൈവത്തിനെയാണ്. ഇപ്പൊ അമ്പലത്തിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും നമുക്ക് ആ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. ഒരാപത്ത് വന്നാൽ ഓടി വരുന്നത് ഏത് മതക്കാരനാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് മാത്രം ചിന്തിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ.